أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فيومئذ لا يعذب عذابه أحد ولا يوثق وثاقه أحد. يا أيتها النفس المطمئنة ارجعي إلى ربك راضية مرضية فادخلي في عبادي وادخلي جنتي. സദഖല്ലാഹു അൽ-അദീം. പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ ഫജ്റിലെ 25 മുതൽ 30 കൂടിയ അവസാനത്തെ ആയത്തുകളാണ് ഓതിവെച്ചത്. അർത്ഥം ശ്രദ്ധിച്ചു നോക്കുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫയൗമഇദിൻ ലാ യുഅദ്ദിബു അദാബഹു അഹദ്. ഫയൗമഇദിൻ, അന്നത്തെ ദിവസം, ലാ യുഅദ്ദിബു, പിടിച്ച് ശിക്ഷിക്കുകയില്ല, അദാബഹു, അവൻ്റെ ശിക്ഷ പോലെ, അഹദുൻ, ഒരാളും. ഫയൗമഇദിൻ ലാ യുഅദ്ദിബു അദാബഹു അഹദ്. അന്നേ ദിവസം അല്ലാഹു സുബ്ഹാനഹു വ തആല ശിക്ഷിക്കുന്നത് പോലെ ആരും തന്നെ ശിക്ഷിക്കുകയില്ല. വലാ യൂസിഖു വസാഖഹു അഹദ്. വലാ യൂസിഖു, പിടിച്ച് ബന്ധിക്കുകയുമില്ല, വസാഖഹു, അവൻ ബന്ധിക്കുന്നത് പോലെ, അഹദുൻ, ഒരാളും. വലാ യൂസിഖു വസാഖഹു അഹദ്, അവൻ പിടിച്ച് ബന്ധിക്കുന്നത് പോലെ അന്ന് ആരും തന്നെ ബന്ധിക്കുകയുമില്ല. യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന. യാ അയ്യതുഹൻ നഫ്സ്, സമാധാനം കിട്ടിയ ആത്മാവേ. യാ അയ്യതുഹൻ നഫ്സ്, ആത്മാവേ. അൽ മുത്മഇന്ന, ശാന്തത ലഭിച്ചിട്ടുള്ള. നഫ്സ് സ്ത്രീലിംഗമായി പറയുന്നത് കൊണ്ട് യാ അയ്യത്തുഹ എന്ന് പറയുന്നു, അല്ലെങ്കിൽ യാ അയ്യുഹ എന്നാണ് പറയാം. യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന, ശാന്തത ലഭിച്ച ആത്മാവേ. ഇർജിഇ ഇലാ റബ്ബികി റാളിയതം മർളിയ. ഇർജിഇ, നീ മടങ്ങിക്കോ. ഇലാ റബ്ബിക്ക്, നിൻ്റെ നാഥങ്കലേക്ക്. റാളിയത്തൻ, തൃപ്തിയോട് കൂടിയിട്ട്. മർളിയത്തൻ, അതേപോലെ റാളിയത്തൻ, തൃപ്തിയോടുകൂടി. മർളിയത്തൻ, അള്ളാഹുവിൻ്റെ തൃപ്തി ലഭിച്ച അവസ്ഥയിലും. ഇർജിഇ ഇലാ റബ്ബികി റാളിയതം മർളിയ, നീ സംതൃപ്തയായിട്ടും തൃപ്തി ലഭിച്ച അവസ്ഥയിലും നീ നിൻ്റെ രക്ഷിതാവിലേക്ക് മടങ്ങിക്കൊള്ളുക. ഫദ്ഖുലി ഫീ ഇബാദി. ഫദ്ഖുലി, നീ പ്രവേശിച്ചു കൊള്ളുക. ഫീ ഇബാദി, എൻ്റെ ദാസന്മാരിൽ, എൻ്റെ അടിമകളിൽ. വദ്ഖുലി ജന്നതി. വദ്ഖുലി, നീ പ്രവേശിച്ചു കൊള്ളുക. ജന്നതി, എൻ്റെ സ്വർഗത്തിൽ. കഴിഞ്ഞ ആയത്തുകളിൽ ഭൂമി പൊടിപൊടിയാക്കുന്നതിനെക്കുറിച്ചും അള്ളാഹു നേരെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുകയും മലക്കുകൾ അണിയണിയായി നിൽക്കുകയും ചെയ്യുന്ന അവസ്ഥയും, നരകം ഇടഭാഗത്തുകൂടെ കൊണ്ടുവരപ്പെടുന്ന ആ ദിനവും, മനുഷ്യനന്ന് ബോധോദയമുണ്ടാകുമെന്നും എന്നാൽ അതുകൊണ്ടൊരു പ്രയോജനമില്ല എന്ന വാചകവും, മനുഷ്യനന്ന് പറഞ്ഞു പോകും,
യാ ലൈതനി ഖദ്ദംതു ലി ഹയാത്തി, എൻ്റെ ജീവിതത്തിന് വേണ്ടി ഞാൻ എന്തെങ്കിലും മുൻകൂട്ടി ചെയ്തു വെച്ചിരുന്നെങ്കിൽ എന്ന്. ജീവിതം എന്ന് പറയുന്നത് പരലോക ജീവിതമാണ്. ഈ ലോകത്തെ ജീവിതം അത് മുറിഞ്ഞു പോകുന്നതാണ്. ചില ആൾക്കാർ പ്രസവാനന്തരം, ചില ആൾക്കാർ വളരെ ചെറിയ വയസ്സിൽ, മറ്റു ചില ആൾക്കാർ യുവത്വത്തിൽ, മധ്യവയസ്കരാകുന്ന അവസ്ഥയിൽ, വാർദ്ധക്യത്തിൻ്റെ അങ്ങേയറ്റത്തെത്തുമ്പോഴൊക്കെ മരണപ്പെട്ടു പോകാറുണ്ട്. എന്താണെങ്കിലും ഇവിടുത്തെ ജീവിതം അത് മുറിഞ്ഞു പോകും. എന്നാൽ അള്ളാഹുവിൻ്റെ അടുക്കലുള്ള ജീവിതം അതാണ് യഥാർത്ഥ ജീവിതം. അറ്റമില്ലാത്ത, മുറിഞ്ഞു പോകാത്ത, നിന്നു പോകാത്ത. അന്നേ ദിവസത്തെ അവസ്ഥ അള്ളാഹു ഒന്നുകൂടി വിശദീകരിക്കുകയാണ്. ഫയൗമൈദിൻ ലാ യുഅദിബു അദാബഹു അഹദ്. അന്ന് അള്ളാഹു ശിക്ഷിക്കുമെന്ന് പറയുമ്പോൾ നമ്മൾ ഫിറോൻ ശിക്ഷിച്ച പോലെയോ ഇന്നത്തെ കാലത്തുള്ള അതിക്രമികളായ ഭരണാധിപന്മാർ ശിക്ഷിക്കുന്നത് പോലെയോ ഒക്കെ നമ്മുടെ മനസ്സിലൊരു ചിത്രം ഉണ്ടാവും. പക്ഷേ ഇത് ഓർക്കുക, ഫയൗമൈദിൻ ലാ യുഅദിബു അദാബഹു അഹദ്. അന്നത്തെ ദിവസം അള്ളാഹു സുബ്ഹാനഹു വ തആല ശിക്ഷിക്കുന്നത് പോലെ ഒരാൾക്കും ശിക്ഷിക്കാൻ കഴിയില്ല. അതിന് മാത്രം കടുത്ത ശിക്ഷയായിരിക്കും അന്ന് ലഭിക്കാൻ പോകുന്നത്. വലാ യൂസിഖു വസാഖഹു അഹദ്. അതേപോലെ ഒരാൾ പിടിച്ചു വെക്കുന്നു, കെട്ടിയിടുന്നു, ബന്ധിക്കുന്നു എന്ന് പറയുമ്പോൾ അതിനൊക്കെ ഒരു ലിമിറ്റ് നമുക്ക് തോന്നും. പക്ഷേ അന്നേ ദിവസം അള്ളാഹു ബന്ധിക്കുന്നത് പോലെ മറ്റൊരാൾക്കും ബന്ധിക്കാൻ കഴിയില്ല. ആ രൂപത്തിൽ അള്ളാഹിൻ്റെ കെട്ട് പൊട്ടിച്ചു പോകാൻ ഒരാൾക്കും കഴിയാത്ത അത്രയും കടുത്ത ബന്ധനമായിരിക്കും അന്ന് അവിശ്വാസികളായ ആളുകൾ നേരിടേണ്ടി വരിക. യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാളിയതം മർളിയ. ശാന്തത ലഭിച്ച ആത്മാവേ, ശാന്തത കിട്ടിയ ആത്മാവേ, നീ അള്ളാഹുവിലേക്ക് മടങ്ങിക്കോ. നിനക്ക് നല്ല തൃപ്തിയുണ്ട്, ആ തൃപ്തിയോടുകൂടി മടങ്ങിക്കോ. അള്ളാഹു നിന്നെക്കുറിച്ച് യഥാർത്ഥത്തിൽ തൃപ്തിപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്, ആ തൃപ്തിയോടുകൂടി നീ മടങ്ങിക്കോ എന്നുള്ള ആ വാക്ക് മരിക്കുന്ന അവസരത്തിൽ വിശ്വാസികളായ ആളുകളോട് മരണത്തിന് ഏൽപ്പിക്കപ്പെട്ട മലക്ക് പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ നിൽക്കുന്ന സമയത്ത് ഒരാൾ ഇത് പാരായണം ചെയ്യുകയുണ്ടായി. ഇത് പാരായണം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പാരായണം ചെയ്ത് കഴിഞ്ഞപ്പം അബൂബക്കർ സിദ്ദീഖ് റസൂലിനോട് ചോദിച്ചു, റസൂലിന് മുമ്പ് പറഞ്ഞു, റസൂലേ, ഇങ്ങനെ കേൾക്കുന്നത് എന്ത് രസമായിരിക്കുമല്ലേ മരിക്കുന്ന സമയത്ത്. ശാന്തത ലഭിച്ച ആത്മാവേ, നീ നിൻ്റെ രക്ഷിതാവിലേക്ക് സംതൃപ്തിയോടുകൂടി മടങ്ങിക്കോ. നീയും ആവുന്ന അവസ്ഥ, നിൻ്റെ രക്ഷിതാവ് നിന്നെപ്പറ്റിയും സംതൃപ്തമാകുന്ന അവസ്ഥ, ആ അവസ്ഥയിൽ മടങ്ങിക്കോ. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും തൃപ്തിപ്പെട്ടുകൊണ്ട് മടങ്ങിപ്പോയിക്കോ എന്ന് മരണം റൂഹ് പിടിക്കുന്ന മലക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അത് കേൾക്കാൻ എന്ത് രസമുണ്ടാകുമെന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു റസൂലിനോട് പറയാം. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അബൂബക്കറെ, അങ്ങനെ കേൾക്കുന്നത് നല്ല രസമായിരിക്കുമെന്നുള്ളത് ആ മലക്ക് താങ്കളോടും ഒരു പക്ഷേ അങ്ങനെ പറയാൻ സാധ്യത ഉണ്ട് കേട്ടോ, താങ്കളോടും അത് പറഞ്ഞേക്കും എന്ന് അബൂബക്കർ സിദ്ദീഖിനെ ആ കൂട്ടത്തിൽപ്പെടുത്തിക്കൊണ്ട് ശാന്തത ലഭിച്ച ആത്മാവിൻ്റെ ഉടമയാണ് താങ്കൾ എന്ന് സൂചിപ്പിച്ചുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. അടുത്ത വാക്ക് ഫദ്ഖുലി ഫി ഇബാദി. എൻ്റെ അടിമകളുടെ കൂട്ടത്തിൽ, എൻ്റെ ദാസന്മാരുടെ കൂട്ടത്തിൽ. ആരാണ് ആ ദാസന്മാർ? അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെട്ട പരിശുദ്ധമായ ആത്മാക്കൾ. ആ ആത്മാക്കൾ അള്ളാഹുവിൻ്റെ സാമീപ്യം ലഭിച്ച ആളുകളാണ്. സിദ്ദീഖുകളുടെയും ശുഹദാക്കളും ഒക്കെ ആയിട്ടുള്ള സജ്ജനങ്ങളായിട്ടുള്ള ആൾക്കാരുടെ ആത്മാക്കൾ. ആ ആത്മാക്കളോട് പറയുന്നത് ഫദ്ഖുലി ഫി ഇബാദി, എൻ്റെ അടിമകളുടെ സജ്ജനങ്ങളായ ആൾക്കാരുടെ കൂട്ടത്തിൽ ഉൾപ്പെട്ടോ. വദ്ഖുലി ജന്നത്തി, എൻ്റെ സ്വർഗത്തിൽ പെട്ടോളൂ, എൻ്റെ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചോളൂ. എന്തൊരു നല്ല വാചകം. ഈ വാചകം കിട്ടാൻ വേണ്ടിയിട്ടാണ് സത്യവിശ്വാസികളായ ആൾക്കാർ ഇവിടെ എത്രയും പരീക്ഷണങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും എത്ര അനുഭവിച്ചാലും ശരി, കൊടിയ മർദ്ദനങ്ങളേറ്റാലും ശരി, ഗസയിലൊക്കെയുള്ള കുട്ടികൾ ചിരിച്ചുകൊണ്ട് രക്ഷിതാക്കൾ അവർ ഷഹാദത്ത് വരിക്കുന്ന സമയത്ത് നമ്മൾക്ക് ഷഹീദിൻ്റെ വാപ്പയും ഉമ്മയും ആവാൻ സാധിച്ചല്ലോ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞു കെട്ടിപ്പിടിക്കാനുള്ള കാരണം ഇതാലോചിച്ചുകൊണ്ടാണ്. വദ്ഖുലി ഫി ഇബാദി വദ്ഖുലി ജന്നത്തി, ശാന്തത ലഭിച്ച ആത്മാവേ മടങ്ങിക്കൊള്ളൂ,
തൃപ്തിപ്പെട്ടുകൊണ്ട് മടങ്ങിക്കോ, അള്ളാഹു നിന്നെ തൃപ്തിപ്പെട്ടുകൊണ്ട് മടങ്ങിക്കോ. അതേപോലെ തന്നെ എൻ്റെ അടിമകളുടെ സജ്ജനങ്ങളായ അടിമകളുടെ കൂട്ടത്തിൽ നീ ഉൾപ്പെട്ടോളൂ, സ്വർഗത്തിൽ പ്രവേശിച്ചോളൂ. ഈ വാചകം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ അത്യുദ്ധാനമെല്ലാം ഉള്ളത്. നമ്മളെയും അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ നിലക്ക് അള്ളാഹുവിനെ തൃപ്തിപ്പെട്ട ആത്മാവിൻ്റെ ഉടമകളാക്കി അള്ളാഹു മാറ്റിത്തരട്ടെ. ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മയും നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ എല്ലാവരെയും, പ്രത്യേകിച്ച് മാതാപിതാക്കളെയും ഗുരുവന്യരെയും സ്നേഹജനങ്ങളെയും ഒക്കെ അള്ളാഹു ഒരുമിച്ച് ചേർക്കട്ടെ. വാഹദ വനാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.